കേരള കൗമുദി അവർ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഓഡിയോ കാസറ്റ് ഇറക്കാൻ ഒരു പരിപാടി ഇട്ടിരുന്നു, കേരള കൗമുദി പത്രം. അപ്പോൾ അന്ന് രവി മേനോനാണ് അതിൻ്റെ അവിടുത്തെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തു വന്നിരുന്നത്. അദ്ദേഹം മാസ്റ്റർ കേരള കൗമുദിക്ക് വേണ്ടി വന്ന് സംസാരിച്ചു. ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹം എഴുതിയ കീർത്തനങ്ങൾ ഒരു കാസറ്റാക്കി ഇറക്കണമെന്നൊരു ആഗ്രഹം കേരള കൗമുദിക്കുണ്ട്, മാസ്റ്റർ അത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അന്ന് മദ്രാസിലാണ് മാസ്റ്റർ താമസം. ശരി, സമ്മതിച്ചു. അതിനുവേണ്ടി അങ്ങനെ മാസ്റ്റർ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ മാസ്റ്ററിലുണ്ട്. മാസ്റ്റർ അതിനുമുമ്പും ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന സിനിമയ്ക്ക് വേണ്ടി മരിച്ചുപോയ ബക്കർ സംവിധാനം ചെയ്ത ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ടിലാണ് ജയചന്ദ്രന് ദേശീയ അവാർഡ് കിട്ടിയത്. ശിവശങ്കര സർവശരണ്യ വിഭോ എന്നുള്ള പാട്ടിനാണ് അന്ന് ജയചന്ദ്രന് നാഷണൽ അവാർഡ് കിട്ടി, ഈ പാട്ട് പാടിയതിന്. അപ്പോൾ അത് പണ്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 77-78 കാലഘട്ടമായിരുന്നു. പിന്നെ ഇതിപ്പോൾ അത് 2003 ആണ് എൻ്റെ ശരിക്കും, 2003-4 അങ്ങനെയാണ്. അപ്പോൾ മാസ്റ്റർ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ വായിച്ച് മാസ്റ്റർ തന്നെ തീരുമാനിച്ച് അതെല്ലാം മാസ്റ്റർ ഒരു 10 ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി പാടി വെച്ചിരുന്നു. ഇവിടെ വന്ന് ഗായകർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, അങ്ങനത്തെ രീതിയിലാണ് വന്നത്. അങ്ങനെ മദ്രാസിൽ ഞാനും അമ്മയും മാസ്റ്ററും ഞങ്ങൾ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ വന്ന് അപ്പം ട്രിവാൻഡ്രം ക്ലബിലെ ഒരു കോട്ടേജാണ് കേരള കൗമുദിക്കാർ നമുക്ക് താമസിക്കാൻ അറേഞ്ച് ചെയ്ത് തന്നത്. അങ്ങനെ ഞങ്ങളവിടെ താമസിച്ചു. അപ്പം ഈ പാട്ട് അവതരിക്കാൻ എം ജി ശ്രീകുമാറുണ്ട്, മഞ്ചരിയുണ്ട്, അപർണയുണ്ട്, ജയേട്ടനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പാടാനായിട്ട് വരണമല്ലോ, അപ്പം പാട്ട് പഠിപ്പിക്കണം. അപ്പം അടുത്ത ദിവസമാണ് ഓരോരുത്തരെ പാട്ട് പഠിപ്പിക്കേണ്ട മാസ്റ്റർ നിശ്ചയിച്ചേക്കുന്നത്. അങ്ങനെ തലേന്ന് രാത്രി എൻ്റെ അടുത്തുകൊണ്ട് കാസറ്റ് എടുത്ത് വേടാ, നമുക്ക് ഒന്ന് ടേപ്പ് റെക്കോർഡ് നാളെ രവി മേനോൻ കൊണ്ട് നമുക്ക് അതിനകത്തൊന്ന് കേട്ട് നോക്കിയിട്ട് എന്തായാലും അവരെ പഠിപ്പിക്കണ്ടേ, പ്ലേ ചെയ്യണ്ടേ. അപ്പം ഞാനത് മാസ്റ്ററിൻ്റെ പെട്ടിയിൽ നോക്കുന്നുണ്ട്. നോക്കി കുറേ നേരമായിട്ട് ഞാൻ നോക്കിയിട്ട് കാസറ്റ് കാണുന്നില്ല. എനിക്കങ്ങ് ടെൻഷനായി. എന്നെ ഏൽപ്പിച്ചതാണ് കാസറ്റ്, ഞാൻ ഇവിടെ വെച്ചെന്നുള്ളത് എനിക്കൊരു ഭയങ്കര, എങ്ങനെ മാസ്റ്ററോട് പറയുമെന്നാണ്. അപ്പോൾ അമ്മയും വന്ന് വേറെ അമ്മയുടെ പെട്ടിയിലെല്ലാം ഉണ്ടോ നോക്കി, അമ്മയും പെട്ടികളൊക്കെ നോക്കി. പക്ഷേ കൊണ്ടുവന്ന് 3 പെട്ടിയിലും ആ കാസറ്റില്ല. റെക്കോർഡിങ് ഫിക്സ് ചെയ്തു പോവുകയും ചെയ്തു. നാളെ ഗായകർ വരും, പഠിപ്പിക്കണം. മാസ്റ്റർ എന്നെ ഇനി പറയാനൊന്നുമില്ല. എനിക്കത് കേട്ട് ഭയങ്കര വിഷമം. കാരണം ഒരു ഗുരുതരമായ തെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്. എങ്ങനെ എടുത്ത് വെച്ച വഴിക്ക് എവിടെയോ എടുത്ത് വെച്ച് പെട്ടിയിലെടുത്ത് വെക്കാൻ മറന്നുപോയി. ഇനി എന്തു ചെയ്യും? റെക്കോർഡിങ് മാറ്റി വയ്ക്കാൻ നിവൃത്തിയുണ്ട്. ആകെ വിഷണ്ണനായിട്ടിരിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് ആ ഒരു സംഘർഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. എന്ത് ചെയ്യും, എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് തന്നെ അറിയണം. ഇത്രയും വലിയ കൃത്യവിലോപം കാണിച്ചുള്ള വിഷമം കൊണ്ട് ഞാനങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. ഒരു അരമണിക്കൂർ മാസ്റ്റർ പറഞ്ഞ് രവി മേനോനെ വിളിക്കാൻ പറഞ്ഞു. ഫോണിൽ വിളിച്ചു. രവി മേനോൻ വന്നു. രവി വരുമ്പോഴത്തേക്കും ശ്രീനാരായണൻ്റെ കൃതികൾ, സമ്പൂർണ്ണ കൃതികൾ കൊണ്ടുവരണം എനിക്ക്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മാസ്റ്ററിൻ്റെ അന്നേരത്തെ ടെൻഷനൊക്കെ മാറി, വിഷമം. മാസ്റ്റർ അന്നേരം ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മാസ്റ്റർ ഒരു നിമിഷം കഴിയുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തിയിരിക്കും. അതാണ് ആ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ചിന്താശക്തിയും പ്രകടമാക്കുന്ന വേദിയിലൊന്നാണത്. ഇത്രയും സംഘർഷഭരിതമായ നിമിഷത്തെ അദ്ദേഹം ലഘൂകരിച്ചു. പോട്ടെ, നമുക്ക് എല്ലാം പരിഹാരമുണ്ട് എന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ വിഷമിച്ചെന്ന് എന്നെ മാസ്റ്റർ വളരെയധികം ആശ്വസിപ്പിച്ചു. അപ്പോൾ ഒരു അരമണിക്കൂർ ഒരു കാറിൽ രവി മേനോൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ അവിടെ കൊണ്ടുവന്നു. പറഞ്ഞേ, ഒരു ദിവസം എനിക്ക് വേണം, നമുക്ക് റെക്കോർഡിങ് സമയത്ത് തന്നെ നടത്താം, പക്ഷേ എനിക്ക് ഒരു ദിവസം പാട്ടുകാരെ പഠിപ്പിക്കുന്ന ദിവസം അടുത്ത ദിവസം ആക്കാമെന്ന് പറഞ്ഞു. ശരി മാസ്റ്റർ എന്ന് പറഞ്ഞു. അന്ന് ആ ഒരു ദിവസം കൊണ്ട് മാസ്റ്റർ ഫുള്ളായിട്ട് വീണ്ടും പുതിയ 10 പാട്ടുകൾ മാസ്റ്റർ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ മാസ്റ്റർ മ്യൂസിക് ചെയ്തെടുത്തു. അത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആ 10 പാട്ടുകൾ ഹിറ്റാണ്. പിന്നീടാണ് ഇത് അന്ന് ആ കാസറ്റ് എടുക്കാൻ മറന്നതിന് പകരമായിട്ട് വേറെ
ആ 10 പാട്ട് ആ കീർത്തനം നോക്കി ആ ബുക്ക് നോക്കി ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകൾ എടുത്തിട്ട് എപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ പറ്റി മാസ്റ്റർ പറയുന്നത് ഇത്രയും കവിത്വമുള്ളൊരു സന്യാസി വര്യൻ, അദ്ദേഹം കവിയായിട്ട് ജനിക്കേണ്ട ആളാണ്. കാരണം ഓരോ വരികളിൽ സംഗീതമുണ്ട്. ഇങ്ങനെ സംഗീതാത്മകമായ കവിതയുള്ളൊരു വളരെ അപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ കീർത്തനമാലകൾ സംഗീതം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇദ്ദേഹം ഒരു കവി എന്ന നിലയിൽ അറിയപ്പെടുന്നില്ലല്ലോ എന്ന് മാസ്റ്റർ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. കവി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആരും ഒരു സ്ഥലത്തും പ്രതിപാദിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ആഴം മാസ്റ്റർ എപ്പോഴും എടുത്ത് പറയാറുണ്ട്. സംഗീതം ചെയ്യുമ്പോഴും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, അത് പ്രാർത്ഥന ഓരോ ഗദ്യമാണ്, ഗദ്യ പ്രാർത്ഥനകളും മാസ്റ്റർ ട്യൂൺ ചെയ്തു. അത് സുധീർ കുമാറാണ് ആ ഗദ്യ പ്രാർത്ഥനകൾ ഈ കാസറ്റിൻ്റെ അവസാനമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ആഴത്തിലേറെ കീർത്തനങ്ങൾ മാസ്റ്റർ അതിമനോഹരമായി ട്യൂൺ ചെയ്ത് ഒരൊറ്റ ദിവസം കൂടി ട്യൂൺ ചെയ്ത് വെച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഗതി. രവിമേനോൻ തന്നെ അത്ഭുതപ്പെട്ടു. റെക്കോർഡിങ് നടക്കുമോ എന്നുള്ള പേടി രവിമേനോനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ 10 പാട്ടുകൾ മാസ്റ്റർ അതിമനോഹരമായി നേരത്തെ ചെയ്തു വെച്ചതിനേക്കാൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള 10 ട്യൂണുകളിൽ മാസ്റ്റർ ചെയ്തു വെച്ച് മാസ്റ്റർ അതെല്ലാം പാടി കാസറ്റിലാക്കി വെക്കുകയും ചെയ്തു. കാസറ്റിലാക്കി വെച്ച് ഇനി എൻ്റെ തരാതെ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് അടുത്ത ദിവസം ഗായകർ വന്നാൽ പഠിപ്പിക്കാൻ റെഡി ആവണമല്ലോ. ഇപ്പോൾ രവിമേനോനെ വിളിച്ച് പറഞ്ഞു ശരി അടുത്ത ദിവസം വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും അത്ഭുതം, രവിമേനോൻ ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ ഈ ഒരു ദിവസം കൊണ്ട് ഇത്രയും 10 പാട്ടുകൾ ഇതെങ്ങനെ അതിമനോഹരമായ രീതിയിൽ ചൂണ്ടി, അത് ദേവരായ മാസ്റ്റർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ്. അതാണ് അദ്ദേഹത്തെ ഒരു ലെജൻഡ് എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും എനിക്ക് തോന്നുന്നു സംഗീതം ഇങ്ങനെ ഒഴുകി എല്ലാ ധമനികളിലും ആ തലച്ചോറുകളിലും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രതിഭയിലെല്ലാം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ് സംഗീതം. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വീണ്ടും ഒരു ട്യൂൺ ഉണ്ടാക്കുക വെച്ചാൽ അസാധ്യമെന്ന് കരുതേണ്ട ഒരു പ്രക്രിയ അദ്ദേഹം അയജ്ഞ ലളിതമായി നിർവഹിച്ചു എന്ന് വേണം പറയാം. നമുക്ക് നമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു വിസ്മയകരമായ അന്തരീക്ഷത്തെ നേരിട്ട് കണ്ട ഞാനാണ്. പിന്നീടാണ് അതിൻ്റെ ഓരോ നൊട്ടേഷൻസ് എഴുതുകയും അത് അന്ന് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്തവരെ ഏൽപ്പിക്കുകയും തരങ്കണി സ്റ്റുഡിയോയിലായിരുന്നു എൻ്റെ റെക്കോർഡിങ്. എല്ലാം അതിമനോഹരമായി മാസ്റ്റർ അത് ചെയ്തു. എനിക്കിപ്പോഴും ആരോഗ്യം അത്ഭുതമാണ്. എന്നെക്കൊണ്ട് ആ കാസറ്റ് കളഞ്ഞുപോയി ടെൻഷൻ വരെ മാറ്റിയെടുത്തു മാസ്റ്റർ. ഈ 10 പാട്ടും ആരെയും ബുദ്ധിമുട്ടിക്കാതെ അധികം സമയമെടുക്കാതെ ഈ പാട്ട് കേരളമതിക്ക് വേണ്ടി ചെയ്ത് ആ സന്ദർഭം എനിക്കും അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. കാരണം ഞാൻ ചെയ്തൊരു തെറ്റാണ്, ഒരു കാസറ്റ് എടുക്കാൻ മറന്നുപോയത്. പക്ഷേ മാസ്റ്റർ ആ വൈഭവം അത് പ്രകടമാക്കിയപ്പോൾ എൻ്റെയും മനസ്സിനേറ്റ ആശ്വാസമാണ്. അവിടെ ഉള്ളവർക്കെല്ലാം സംഘാടകർക്കെല്ലാം വളരെയധികം അത്ഭുതമാണ് തോന്നി ഈ കഥ കേട്ടപ്പോൾ എല്ലാവർക്കും. അങ്ങനെ വളരെ പരീക്ഷണ ഘട്ടത്തിൽ നിന്നും മാസ്റ്റർ എല്ലാവരെയും രക്ഷിച്ചൊരു കഥയും കൂടെയാണ് ഇതിനകത്തുള്ളത്. അത് എല്ലാവരും പറഞ്ഞു, ഓർക്കസ്ട്രക്കാരൊക്കെ പറഞ്ഞിട്ട് അതിമനോഹരമായ ഓർക്കസ്ട്രേഷനും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ ചെയ്തെന്ന് അധികം പേർക്ക് അറിയത്തില്ലായിരുന്നു. അത് കുറച്ച് പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അത് മാസ്റ്ററിൻ്റെ സവിശേഷമായ സംഗീത സൃഷ്ടികൾ പണ്ടും ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ഉദയായുടെ സിനിമകളൊക്കെ 10 പാട്ടൊക്കെയാണ്. ഉദയായുടെയും മെർലാൻ്റെ സിനിമകളിൽ 10 പാട്ടൊക്കെയാണ്. അത് വ്യത്യസ്തങ്ങളായ രീതിയിൽ അത് നമ്മൾ അന്ന് കണ്ട് കേട്ട ചരിത്രം നമ്മൾ നേരിട്ട് അറിയും. പക്ഷേ ഇത് എൻ്റെ ഒരു തെറ്റുകൊണ്ടുണ്ടായ സംഗതി കൊണ്ട് എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഞാൻ പലരോടും പറഞ്ഞ പലരും അത്ഭുതം എന്നെ വിശേഷിപ്പിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്.